നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ കേന്ദ്രം നടത്തുന്ന അന്വേഷണം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ചത്. അതേസമയം കേന്ദ്ര അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിന് യാതൊരു തടസ്സവുമില്ലെന്ന് ഹർജിക്കാരനായ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കോടതിയെ അറിയിച്ചു. ഷോണിന്റെ ഹർജിയിലെ ഉത്തരവ് വീണയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ഹർജി 24 പരിഗണിക്കാൻ മാറ്റി. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരെ കേന്ദ്ര ഏജൻസി നേരത്തെ അന്വേഷണം ആരംഭിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന് കീഴിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആരംഭിച്ചത്. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റേതാണ് ഉത്തരവ്. വീണ വിജയന്റെ കമ്പനി കൈപ്പറ്റിയ തുകയെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷിക്കുക. 4 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. 3 അംഗ ഉദ്യോഗസ്ഥ സംഘത്തിനാണ് അന്വേഷണ ചുമതല. കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ BS, ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ KM ശങ്കരനാരായണൻ, പോണ്ടിച്ചേരി ROC A ഗൂഗിൾനാഥ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവായത്. കരിമണൽ കമ്പനിയായ CMRLനെതിരെയും പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും അന്വേഷണമുണ്ട്. എക്സാലോജിക്കിന് CMRL 1.72 കോടി രൂപ അനധികൃതമായി നൽകിയെന്ന് നേരത്തെ ആദായ നികുതി എൻട്രി സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു. എന്നാൽ തുക കൈപ്പറ്റിയത് നൽകിയ സേവനത്തിലാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എക്സാലോജിക്. വീണയുടെ കമ്പനിക്കെതിരെ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ വീണ്ടും ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതാവും MLAയുമായ മാത്യു കുഴൽനാടൻ രംഗത്തെത്തിയിരുന്നു. CMRL ചെലവുകൾ പെരുപ്പിച്ച് ലാഭം മറച്ചുവെക്കുകയായിരുന്നു. അതുതന്നെയാണ് എക്സാലോജിക്കും ചെയ്തത്. CMRL 14% ഓഹരി എക്സാലോജിക്കിന്റേതാണ്. ലാഭത്തിന്റെ വിഹിതവും വ്യവസായ വികസന കോർപ്പറേഷന് അവകാശപ്പെട്ടതാണ്. എന്നാൽ CMRL കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ മറച്ചുവെച്ചെന്ന് കുഴൽനാടൻ ആരോപിച്ചിരുന്നു. 1-ാം പിണറായി സർക്കാരിനെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഉലച്ചെങ്കിൽ 2-ാം പിണറായി സർക്കാരിന് ആടി ഉലച്ച കേസാണ് മാസപ്പടി വിവാദം. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ കേന്ദ്ര അന്വേഷണം നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു. കമ്പനിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനാണ് ഉത്തരവിട്ടിരുന്നത്. വീണ വിജയന്റെ എക്സാലോജിക്കും കരിമണൽ കമ്പനി CMRLുമായിട്ടുള്ള തമ്മിലുള്ള അനധികൃത ഇടപെടലുമായി ബന്ധപ്പെട്ടതാണ് അന്വേഷണം. ബാംഗ്ലൂർ, കൊച്ചി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണത്തിന് കേന്ദ്രം ഉത്തരവിട്ടിരുന്നത്. ബാംഗ്ലൂർ രജിസ്ട്രാർ ഓഫ് കമ്പനിയും കൊച്ചി രജിസ്ട്രാർ ഓഫ് കമ്പനീസും നടത്തിയ അന്വേഷണത്തിൽ വലിയ ക്രമക്കേടുകൾ നടന്നതായി നേരത്തെ കണ്ടെത്തിയിരുന്നു. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നൽകിയ വിവരങ്ങളിലെ പൊരുത്തക്കേടുകൾ കൊച്ചി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തി. ഇതിന് പിന്നാലെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നതിന്റെ ഭാഗമായുള്ള കേന്ദ്ര അന്വേഷണം സംബന്ധിച്ച രേഖകൾ സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവും വന്നിരിക്കുന്നത്.